ഇത് ഞാൻ ടീച്ചേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ച ഒരു ടേബിളാണ്. എങ്ങനെയുണ്ട്? ക്യാൻ യു സീ ഇറ്റ്? തലകുത്തനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇതില്. അങ്ങനെ ചെയ്താൽ കുറച്ച് സ്പേസ് ലാഭിക്കാം. അതൊക്കെ എന്നെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ തലകുത്തനെ എഴുതാന്നുള്ളത്. ഇത് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്. ഇത് കണ്ടോ? ടൈം, ക്ലാസ്, സബ്ജക്റ്റ്, പേജ് നമ്പർ, വീഡിയോ അപ്ലോഡ് ചെയ്തോ, നമ്പർ ഓഫ് ആബ്സെന്റ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് കോൺടാക്ട് സ്റ്റുഡൻസ്, യൂട്യൂബ് വ്യൂവേഴ്സ്, ക്ലീൻനെസ് ഓഫ് ക്ലാസ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് സബ്മിറ്റഡ് ഹോംവർക്ക്, ബുക്ക് ചെക്കിങ്. ഇതൊക്കെ ടീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ലിസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ചുമ്മാ ഇട്ടേക്കുവാന്ന് ആരും വിചാരിക്കണ്ട. ഇവിടെ കറക്റ്റ് ഡാറ്റ ഉണ്ട്. അപ്പം അതിനനുസരിച്ച് വേണം കളിക്കാൻ. ഓക്കെ, ഹൗ ടു ഇൻസേർട്ട് എ ടേബിൾ. സിമ്പിൾ ആണ്. എന്തും ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വി ഷുഡ് ക്ലിക്ക് ഓൺ ഇൻസേർട്ട് ടാബ്. Can you see the insert tab? Just click on the insert tab. Right below you have a table option there, right? Click on it. Now ഒരുപാട് സെൽസ് അവിടെ കാണാം. നമുക്ക് ഇഷ്ടമുള്ള റോയും കോളം, നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് റോസും കോളംസും ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് 3 റോയും 2 കോളവും ഉള്ള ടേബിൾ ആണെങ്കിൽ 3 റോയും 2 കോളവും അല്ലേ? 1 ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. വെർട്ടിക്കലി വരുന്നതാണ് കോളം. നമ്മളിപ്പോൾ ഒരു 2 കോളോ 3 റോയുമുള്ള ഒരു കോളം, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ അത്രയും സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ടേബിൾ എവിടെയാണ് പോയി വന്നത്? ഇവിടെയുണ്ട്. ഹലീമ. ഓക്കെ, മനസ്സിലായോ അതിര? അപ്പൊ ചെറിയ ടേബിളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. ഇൻസേർട്ട്, ഇത് കളഞ്ഞേക്കാം. ഇൻസേർട്ട് ടേബിൾ, ഒരു മാക്സിമം 10 കോളവും 8 റോസും ഉള്ള ടേബിൾ നമുക്ക് ഇത് വെച്ച് വാക്കാം. കാണുന്നുണ്ടോ? 10/8 മേലെ കാണുന്നില്ലേ? ഇനി അതിലും കൂടുതൽ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് തൊട്ട് താഴെ ഒരു ഇൻസേർട്ട് ടേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് എത്ര കോളവും റോസും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ, നമ്മൾ ആക്കാൻ പോകുന്ന ടേബിളിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുമല്ലോ. അതിനനുസരിച്ച് ഇപ്പോൾ 15 കോളവും ഒരു 35 റോയും ഉള്ള ടേബിൾ ആണെങ്കിൽ അതവിടെ നമ്പർ ഓഫ് കോളംസ് അവിടെ സ്പെസിഫൈ ചെയ്യാം, നമ്പർ ഓഫ് റോസ് അവിടെ സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ദെൻ ഓക്കെ പ്രസ് ചെയ്യാം. അപ്പം നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഡാറ്റ അനുസരിച്ചുള്ള ടേബിൾ അവിടെ വരും. ഇതിങ്ങനെ 2 മുറിഞ്ഞായിട്ട് കാണുന്നതുകൊണ്ട് പേടിക്കണ്ട. അതിൻ്റെ കാരണം ഞാൻ പകുതിക്ക് വെച്ച് കഴ്സർ പകുതിയിൽ കൊണ്ട് വെച്ചതുകൊണ്ട്. ഓക്കെ, ഇറ്റ്സ് വെരി ഈസി ടു ക്രിയേറ്റ് എ ടേബിൾ, റൈറ്റ്? യെസ്, ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എവിടെ വരെയായിരുന്നു? 56. ഡിലീറ്റിംഗ് ഒക്കെ പഠിച്ചതാണ്, ബട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 56 വരെ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പഠിച്ചതാണ്. 57th പേജ് തൊട്ട് പഠിക്കുമ്പോൾ കുറച്ച് പേര് ആബ്സെന്റ് ആയിരുന്നു. ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ഡിലീറ്റിംഗ് എ റോ ആൻഡ് കോളം ഇൻ എ ടേബിൾ. ഞാൻ ഒരു ഫോട്ടോ വാട്സപ്പ് ചെയ്യട്ടെ. ആ ഫോട്ടോ പരീക്ഷയ്ക്ക് എന്നൊരു ക്വസ്റ്റ്യനാ. ഓക്കെ, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് മതിയോ? അങ്ങനെ നീ അപ്പൊ ചെയ്താൽ മതി കേട്ടോ മോനെ. ഞാൻ നോക്കിയിട്ട് പറയാം. അല്ല, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആണോ? അറിയാ.
ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഞാൻ കുഴപ്പമില്ല, നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഞാൻ ഇന്ന് ഈ പോർഷൻ തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്, അതുകൊണ്ടാണേ. ഓക്കെ. ഡിലീറ്റിംഗ് എ റോ ഓർ കോളം ഇൻ എ ടേബിൾ. നമുക്കൊരു കുറേ ടേബിൾ ഉണ്ട്, ഒരു ടേബിൾ ഉണ്ട് വിത്ത് എ ലോട്ട് ഓഫ് ഡാറ്റ എന്ന് വിചാരിക്കാം. ടൈപ്പ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കുന്നത്. ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ്, കുറച്ച് മടി, പക്ഷെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മതി. ഓക്കെ, നമ്മുടെ ഒരു ടേബിൾ ഉണ്ട്. ഈ ഒരു ടേബിളിൽ നമുക്ക് ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ കോളം ഡിലീറ്റ് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും. ഹലീമയ്ക്ക് നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അപ്പം ഞാൻ ഈ റോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഇവിടുത്തെ ഈ വാല്യൂ നമുക്ക് വേണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ ടേബിൾ ആക്കുമ്പോൾ ഈ ഒരു റോ ഇവിടെ വെറുതെ കിടക്കുന്ന ഒരു ഇതില്ലല്ലോ, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം തോന്നി. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ റോയിലെ ഏതെങ്കിലും ഒരു സെല്ലില് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലേ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? ടേബിൾ ടൂൾസിന്റെ തൊട്ട് താഴെ ലേ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? അവിടെ ഒരുപാട് ടേബിളിന്റെ ഓപ്ഷൻസ് ഉണ്ട്. അതിലിതാ കിടക്കുന്നു. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? what we are going to do, we are going to delete the row, right? അതിനു വേണ്ടി ആ റോയിൽ ഒരു സെല്ലിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ടേബിൾ ടൂൾസിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ലേ ഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു 4 ഓപ്ഷൻ, ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ വരുന്ന കുറച്ച് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്? we are going to delete the row. അപ്പോൾ ഡിലീറ്റ് റോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പം ആ റോ ഡിസപ്പിയർ ആയി, ഡിലീറ്റ് ആയി. ഇനിയിപ്പോൾ നമ്മൾ ഈ റോ കണ്ടില്ലേ, ഇതിൽ നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ തെറ്റായിരുന്നു. ആ റോ നമുക്ക് വേണ്ട. അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റോയിൽ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ടേബിൾ ടൂൾസിന്റെ തൊട്ട് താഴെയുള്ള ലേ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ ഡിലീറ്റ് ഓപ്ഷൻ എടുക്കുക. നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന റോ ആണ്, സോ ഡിലീറ്റ് റോ എന്ന ഓപ്ഷൻ കൊടുക്കാം. ആ റോ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി കോളം ഡിലീറ്റ് ചെയ്യാനോ? ഡോണ്ട് വറി, വി ആർ ഗോയിങ് ടു യൂസ് ദ സെയിം മെത്തേഡ്. ജസ്റ്റ് ക്ലിക്ക് ഓൺ എനി സെൽ ഇൻ ദാറ്റ് കോളം. ആ കോളത്തിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെല്ലിൽ ആയിക്കോട്ടെ, ക്ലിക്ക് ചെയ്തു. ദെൻ ഫോളോയിങ് ദ സെയിം സ്റ്റെപ്സ്, ലേ ഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്തു. ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. അവിടെ ഡിലീറ്റ് കോളംസ് ഉണ്ട്. നമ്മൾ എന്താ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു ഡിലീറ്റ് ദ കോളം. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. കണ്ടോ, ആ കോളം അവിടെ നിന്ന് ഡിലീറ്റ് ആയി. ഓക്കെ, this is how we simply delete rows and columns. ഇതൊരെണ്ണം. അതൊരു വേറൊരു ഓപ്ഷൻ. ഇറ്റ്സ് ഓക്കെ.
നോക്ക്, ഫസ്റ്റ് റോയിൽ സെക്കൻഡ് സെല്ലിൽ ഞാൻ ഇംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, സയൻസ് ഉണ്ട്, സോഷ്യൽ എന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കാൻ പോവാണ്, ദാറ്റ് ഈസ് ഹൗ വി ആർ ഗോയിങ് ടു സ്പ്ലിറ്റ് ദ സെൽസ്. സെൽസ് സ്പ്ലിറ്റ് ചെയ്യാം. വാട്ട് ഈസ് സ്പ്ലിറ്റ്? സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ രണ്ടാക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? ഓക്കെ, ഇപ്പം ഇംഗ്ലീഷിന് നിങ്ങൾക്ക് സബായിട്ടൊന്നും പഠിക്കാനില്ലല്ലോ, സയൻസിനും ഇല്ല. സയൻസിനും ഉണ്ട്, വരും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞുണ്ട്, പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനില്ല. സോഷ്യൽ ഒന്നും കേൾക്കുന്നില്ല, സൗണ്ടേ ഇല്ല. ബാക്കി എല്ലാവർക്കും കേൾക്കാമോ? ആ. വസുദേവ, കേൾക്കുന്നില്ല. അതുപോലെ തന്നെ ഞാനും നിന്നെയും കേൾക്കുന്നത്. ചെറുങ്ങനെ കേൾക്കുന്നില്ലോ. ഇപ്പൊ കേൾക്കാവോ? ചെറുങ്ങനെ കേൾക്കുന്നില്ല. അതെയോ? വീഡിയോ ഓഫ് ആക്കുമ്പോ നല്ലപോലെ കേൾക്കും. അതാരാ പറഞ്ഞേ? വീഡിയോ ഓൺ ആക്കിയാലും ആവുന്നില്ല, ഓഫ് ആക്കിയാലും ആവുന്നില്ല. നീ പറയുന്ന പക്ഷെ എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ, പ്രോബ്ലം ഇല്ല. ആ അർജുനും ഷാനിഫും ആരോമലൊക്കെ എവിടെ പോയോ എന്തോ, അവന്മാരെന്റെ കയ്യിൽ ഇപ്പൊ കിട്ടാണ്, കാണിച്ചു കൊടുക്ക. കോൾ ചെയ്യാമല്ലേ? ആ ആരോമല് വിളിച്ച വിളിപ്പുറത്ത എത്തിയിരിക്കുന്നു. ഹായ്, അങ്ങോട്ട് പോയോ? അവരെന്തായാലും നിങ്ങൾ ഞാൻ നോക്കാം. ഓക്കെ, സോഷ്യലിന് ഇപ്പൊ നിങ്ങൾ ഏതൊക്കെയാ സബ്ജക്ട്സ്? സോഷ്യൽ രണ്ടിൽ നിങ്ങൾ പഠിക്കുന്നത് ഏതൊക്കെയാ? യു ഹാവ് ഹിസ്റ്ററി, പൊളിറ്റിക്സ്. യു ഹാവ് ജോഗ്രഫി, ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്സ്. അപ്പൊ സോഷ്യൽ എന്ന് പറഞ്ഞ ഇതിനകത്ത് നമ്മൾ സോഷ്യലിനെ മാർക്ക് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എക്സാം മിസ് കണ്ടക്ട് ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പൊ അതിന്റെ മാർക്ക് ഇപ്പൊ ഞാൻ മാർക്ക് എൻ്റർ ചെയ്യുന്നുള്ള ഒരു ടേബിൾ ആണ് കേട്ടോ എന്ന് നിങ്ങൾ വിചാരിച്ചോ. ഓക്കെ, അപ്പൊ സോഷ്യലിന്റെ അണ്ടറിൽ എത്ര സബ്ജക്റ്റ് ഉണ്ട്? 3 സബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്യണം. അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ തൊട്ട് താഴെയായിട്ട് തന്നെ സ്പെസിഫൈ ചെയ്യണ്ടേ, എന്നാലല്ലേ ആ ടേബിൾ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്ന സെല്ലാണ് നമ്മുടെ ഈ സോഷ്യൽ എന്ന് എൻ്റർ ചെയ്തിരിക്കുന്ന സെല്ല്. ആ സെല്ല് നമ്മൾ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ലേ ഔട്ട് എന്ന് പറഞ്ഞ ടാബ് തന്നെ നമ്മൾ എടുത്തു. ആ ലേ ഔട്ട് ടാബിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. സ്പ്ലിറ്റ് സെൽസ് എന്ന് പറഞ്ഞ മെർജ് ഓപ്ഷൻസിൽ സ്പ്ലിറ്റ് സെൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ക്യാൻ യു സീ ഇറ്റ്? സ്പ്ലിറ്റ് സെൽസ്, സ്പ്ലിറ്റ് ദ കറന്റ് സെൽ ഇൻടു മൾട്ടിപ്പിൾ സെൽസ്. സ്പ്ലിറ്റ് സെൽസ് എന്തിനാ ഉപയോഗിക്കുന്നത്? ആ സെലക്ട് ചെയ്ത സെല്ലിനെ ഒന്നിലധികം സെൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പം സോഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ 3 സബ്ജക്ട്സ് ഉണ്ടല്ലേ, ജിയോഗ്രഫി, ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്സ്. അപ്പൊ 3 കോളം വേണം. 3 കോളത്തിലാണ് നമ്മൾ ആ മാർക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നത് അല്ലേ. 3 കോളം വേണം. റോസ് എത്ര വേണം ആ സെല്ലിൽ? ഒന്ന് സോഷ്യലിനെ ഡിസ്പ്ലേ ചെയ്യാനും വേണം, തൊട്ട് താഴെ ഈ സബ്ജക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ 2 റോയാണ് വേണ്ടത്. നമ്മൾ 3 കോളം സ്പെസിഫൈ ചെയ്തു, 2 റോ എന്ന് എൻ്റർ ചെയ്തു. ദെൻ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, ഒരു റോ മതിയായിരുന്നു. ജസ്റ്റ് സെക്കൻഡ്. സ്പ്ലിറ്റ് സെൽസിൽ 3 കോളംസ്. ഓക്കെ, നമുക്ക് എത്ര കോളം വേണം? 3 കോളംസ് വേണം. റോസ് 2 വേണം. ഓക്കെ ഓക്കെ, ഇപ്പൊ നോക്ക്, സോഷ്യലിന് ശേഷം 2 സെൽസ് അവിടെ കാണുന്നില്ലേ? അത് നമുക്ക് ആവശ്യമില്ലല്ലോ. അവിടെ സോഷ്യലിന്റെ താഴെ ഈ ഒരു വലിയ സെല്ലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അവിടെ ഇപ്പം 1 2 3 4 5 6 സെൽസ് ഉണ്ട് ഇല്ലേ? ആ വലിയ സെല്ലിൽ ഇപ്പൊ 6 ചെറിയ ചെറിയ സെൽസ് ഉണ്ട്. ഈ സോഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ലൈനിൽ വന്നാൽ മതി. അവിടെ സെല്ലിന്റെ ആവശ്യമില്ല, താഴെ മാത്രമേ നമുക്ക് സെല്ലിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? അതിനെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒരു സിംഗിൾ സെല്ലാക്കി മാറ്റാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? മെർജിങ്. മെർജിങ് കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ ആവശ്യമില്ലാതെ ഇങ്ങനെ കുറെ സെൽസ് കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെ സെലക്ട് ചെയ്യാം.
ഏതൊക്കെയാണോ നമ്മൾ മെർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യണം. മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്യുമ്പോൾ see there is an option merge cells. Merge cells. Merge the selected cells into one cell. മെർജിന്റെ ഫംഗ്ഷൻ എന്താ? മെർജ് എന്താ ചെയ്യുക? നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിനെ എല്ലാം കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ സെല്ലാക്കി മാറ്റാം. അപ്പൊ മെർജ് സെൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സി അവിടെ ഉണ്ടായിരുന്ന ബാക്കി സെല്ലെല്ലാം ഡിസപ്പിയർ ആയി. ഒരു സിംഗിൾ സെല്ല് മാത്രമേ ഇപ്പോൾ ഉള്ളൂ അല്ലേ? എടാ മക്കളെ, നിങ്ങൾ എല്ലാവരും വീഡിയോ ഓഫ് ചെയ്ത് വെച്ചേക്കാണോ? ഒരു റോയിൽ ആൾക്കാരെ ഇല്ലല്ലോ, ഫുൾ അന്ധകാരമാണല്ലോ. ട്രൂ ലൈറ്റിൽ പഠിച്ചിട്ട് നിങ്ങൾ എന്താ ഇരുട്ടത്തിരിക്കുന്നേ? മറ്റേ കേൾക്കാൻ മറ്റേ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടായോണ്ടാണ്. ആയിക്കോട്ടെ. ആ പ്രോബ്ലം ഉള്ളവർ മാത്രം വീഡിയോ ഓഫ് ചെയ്താൽ മതി, ബാക്കി എല്ലാവരും വീഡിയോ ഓൺ ചെയ്താ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്ത് പഠിച്ചു? ഡിലീറ്റിംഗ് പഠിച്ചു, സ്പ്ലിറ്റിംഗ് പഠിച്ചു, മെർജിങ് പഠിച്ചു. മനസ്സിലായില്ലേ ആ 3 കാര്യങ്ങളും? ഡൗട്ട് ഉണ്ടോ? നോ. എന്ത് ചെയ്യണമെങ്കിൽ ലേ ഔട്ടിൽ പോയാൽ മതി. നിങ്ങൾക്ക് വേണ്ട സകല സാധനവും അവിടെ ഉണ്ട്. ഇതാ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഉണ്ട്, ഇൻസേർട്ട് അബവ് ബിലോ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഓക്കെ അല്ലേ? കോളം റോ ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. സ്പ്ലിറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കും മെർജ് സെൽസിന്റെ അത് കുറച്ച് ബ്ലർ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അത് ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ മെർജ് ചെയ്യേണ്ട സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ അത്. സോ ഇത്രയും സെൽസ് ഞാൻ മെർജ് ചെയ്യാൻ പോവാം. ഇത് സെലക്ട് ചെയ്താൽ മാത്രമേ അത് ആ ഒരു ബട്ടൺ ആക്ടിവേറ്റ് ആവുള്ളൂ. ഇനി ക്ലിക്ക് ചെയ്യാം, അപ്പൊ അത് മെർജ് ആയിട്ട് ഒരു സിംഗിൾ സെല്ലായിട്ട് വരും. ഓക്കെ, ഇനി ഇടാ എത്ര പെട്ടെന്ന് ഞാൻ 2 പേജ് കവർ ചെയ്തേ. അവിടെയുള്ള മെയിൻ പോർഷൻ ഇതായിരുന്നു: ഡിലീറ്റിംഗ് സെൽസ്, സ്പ്ലിറ്റിംഗ് സെൽസ് ആൻഡ് മെർജിങ് സെൽസ്. എല്ലാത്തിനും സെയിം മെത്തേഡാ ഫോം ചെയ്യേണ്ടത്. ജസ്റ്റ് ആ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ മാത്രമേ ഡിഫറെന്റ് ഉള്ളൂ. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേ ഔട്ടിൽ പോവുക, ടേബിൾ ടൂൾസിന്റെ തൊട്ട് താഴെ ലേ ഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് കിട്ടുന്ന ഓപ്ഷൻസിൽ നമ്മൾ ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്പ്ലിറ്റ് സെൽസ് ആണെങ്കിൽ ഏത് സെല്ലാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ സെല്ല് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലേ ഔട്ടിൽ ഡിലീറ്റ് ചെയ്യാനും ഇത് തന്നെ ചെയ്യുന്നത്. നമ്മൾ ഏത് റോ ആണോ അല്ലെങ്കിൽ ഏത് കോളം ആണോ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കോളത്തിൽ അല്ലെ ആ റോയിൽ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ലേ ഔട്ട് ഓപ്ഷനിൽ ലേ ഔട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഡിലീറ്റ് ഓപ്ഷനിൽ ഡിലീറ്റ് റോ ആണെങ്കിൽ റോ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് സെൽസ് ആണെങ്കിൽ സെല്ല് സെലക്ട് ചെയ്യുക. ഇനി സ്പ്ലിറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെൽ, ഒരു സെല്ലിനെയാണല്ലോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്, ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ലേ ഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുക, സ്പ്ലിറ്റ് ഓപ്ഷൻ കൊടുക്കുക. ലേ ഔട്ട് ടാബിൽ പോയി സ്പ്ലിറ്റ് സെൽസ് എടുത്തു. നമ്മൾ എന്താ പറയുക, സ്പ്ലിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്പർ ഓഫ് കോളംസും റോസും അവിടെ സ്പെസിഫൈ ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ അത് സ്പ്ലിറ്റ് ആയിട്ട് വരും. ദെൻ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ, നമ്മൾ ഒരുപാട് സെൽസിനെ ഒറ്റ സെല്ലാക്കി മാറ്റുന്നു. അതിന് വേണ്ടിയിട്ട് അതിനെ ഏതൊക്കെ സെൽസിനാണോ നമ്മൾ സിംഗിൾ സെൽസ് ആയിട്ട് ആക്കാൻ പോകുന്നത് അതിനെ സെലക്ട് ചെയ്യുക, സെൽസിനെ സെലക്ട് ചെയ്യുക. ദെൻ മെർജ് സെൽസ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പം എല്ലാം മെർജ് ആയിട്ട് ഒരു സിംഗിൾ സെല്ലായിട്ട് വന്നു അല്ലേ? ഇനി പേജ് നമ്പർ 59. പേജ് നമ്പർ 59 ഫോർമാറ്റിംഗ് എ ടെക്സ്റ്റ് ഇൻ എ ടേബിൾ. ഫോർമാറ്റിംഗ് എ ടെക്സ്റ്റ് ഇൻ എ ടേബിൾ. ഓക്കെ, ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്ത ലെറ്റേഴ്സ് ഉണ്ടാവില്ലേ, ടെക്സ്റ്റ് ഉണ്ടാവില്ലേ, അതിനെ ഭംഗിയാക്കല ഉദ്ദേശിക്കുന്നവര്, കവി ഉദ്ദേശിക്കുന്ന അതാണ്. നമ്മൾ അടിച്ചു കൊടുത്ത സാധനം കുറച്ച് വൃത്തിയിലും മെനയിലും കാണിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇപ്പം എല്ലാ ഫോണ്ടും ഒരേ ടൈപ്പിലാണ് ഉള്ളത്. ഇതിപ്പോ ഹെഡിങ് ആണെങ്കിൽ ഹെഡിങ് ഒക്കെ കുറച്ച് വലുതായിട്ട് കുറച്ച് ബോൾഡ് ആയിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലേ, കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കും അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഭംഗിയാക്കാൻ ഉദ്ദേശിക്കുന്ന ഫോർമാറ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഹോം എന്ന ടാബ് കണ്ടോ? ഹോം ഫയലിന്റെ തൊട്ടടുത്ത് രണ്ടാമത്തെ ടാബ് ഹോം. ക്യാൻ യു സീ ഇറ്റ്? യെസ്, അതിൽ ക്ലിക്ക് ചെയ്യുക.
ദാ ഇത്ര ഓപ്ഷൻസ് നമ്മുടെ ടെക്സ്റ്റിന്റെ ഫോമാറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതാ. ഇഷ്ടപ്പെട്ട ഫോണ്ട് സ്റ്റൈല് നമുക്ക് കൊടുക്കാം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? അതിന്റെ സൈസ് എത്രയാന്ന് വെച്ചാൽ കൊടുക്കാം. ഇത് കൊടുത്താൽ കൂട്ടും. ഈ എ ആൻഡ് എ അത് ഫോണ്ട് സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള കേട്ടോ. ഓ വി ഹാവ് ഓൺലി 10 minutes ലെഫ്റ്റ്. ഓക്കെ, ദെൻ we can make it bold, italic, we can underline it. കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോൺസ് നമുക്ക് സ്റ്റൈൽ എടുക്കാം. അതിന് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അങ്ങനെ കുറെ ഓപ്ഷൻസ്. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? യെസ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് മിസ്സേ. ഓക്കെ ഓക്കെ, അതേ കാര്യങ്ങളാണ് നിങ്ങൾ ഇത് അന്ന് ഉപയോഗിച്ച എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉപയോഗിക്കാം ടെക്സ്റ്റ് ഫോമാറ്റ് ചെയ്യുന്നതിൽ. ഓക്കെ, ഫോമാറ്റിംഗ് ഫോണ്ട്. അപ്പം ഈ ഹോം ടു ഈ ടെക്സ്റ്റ് ഫോമാറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് സെലക്ട് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ ഏത് ടെക്സ്റ്റ് എങ്ങനെ ഇല്ലെങ്കിൽ സെലക്ട് ചെയ്യില്ലെങ്കിൽ അത് ആക്ടിവേറ്റ് ആവത്തില്ലല്ലോ. ഇപ്പൊ നോക്ക്, ഞാൻ ഏതോ ഒന്ന് എടുത്തു, എന്തോ കൊടുത്തു. ഇപ്പൊ നിലവിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചതിന് അത് ബാധകല്ല. നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചതിൽ വന്നോളൂ. പക്ഷെ ഓൾറെഡി അവിടെ നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ നമുക്ക് കുറച്ച് ഫോണ്ട് സ്റ്റൈലൊക്കെ മാറ്റണമെങ്കിൽ അത് സെലക്ട് ചെയ്യണം. എന്നാലേ അതിന് ആ മാറ്റം വിസിബിൾ ആവുള്ളൂ. ആ ടെക്സ്റ്റ് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ വൃത്തിയാക്കാം. ഓക്കെ, ഈ ടേബിൾ എന്തൊക്കെയായാലും എന്തൊക്കെയോ ആയി. ഇത് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഡിലീറ്റ് കാണാൻ പറ്റുന്നില്ല അല്ലെ? ഡിലീറ്റ് ഒന്നും കാണില്ല. മെർജ് ഉണ്ട്, സ്പ്ലിറ്റ് ഉണ്ട്, ഫോണ്ട് ഫോമാറ്റിംഗും ഉണ്ട്. ഓക്കെ, we have 7 minutes left. Okay, now cell alignment. Cell alignment എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തേക്കുന്ന ഡാറ്റ ഇല്ലേ, അതാ ടെക്സ്റ്റില് ആ സെല്ലില് എങ്ങനെ കാണുന്നു, ഏത് രീതിയിൽ അലൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സെൽ അലൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നമുക്ക് 2 രീതിയിൽ ഡാറ്റ ഒരു സെല്ലിൽ അലൈൻ ചെയ്യാൻ പറ്റും. ഒന്ന് വെർട്ടിക്കൽ അലൈൻമെന്റ് ഉണ്ട്, ഒന്ന് ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ഉണ്ട്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു രീതിയിൽ അലൈൻ ചെയ്യാം. രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തു. നോ വെർട്ടിക്കൽ അതല്ല. വെർട്ടിക്കൽ അലൈൻമെന്റിൽ ടെക്സ്റ്റ് നമ്മൾ എവിടെയൊക്കെയാ പ്ലേസ് ചെയ്യുക? മുകളില്, സെന്ററിൽ, ബോട്ടം. ടോപ്പ്, സെന്റർ ആൻഡ് ബോട്ടം. ഹൊറിസോണ്ടലിലോ ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്. വെർട്ടിക്കൽ അലൈൻമെന്റിൽ ടോപ്പ്, center, bottom. In horizontal alignment, left, center and right. ആക്ച്വലി നമ്മൾ ഈ സെല്ലിൽ ഡാറ്റ അലൈൻ ചെയ്യുന്നത് ഇതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ്. ഒന്നെങ്കിൽ ടോപ്പിൽ ലെഫ്റ്റ്, അല്ലെങ്കിൽ ടോപ്പിൽ റൈറ്റ്, ടോപ്പിൽ സെന്റർ, അല്ലെങ്കിൽ ലെഫ്റ്റിൽ സെന്റർ, പിന്നെ എക്സാക്ട് സെന്റർ, ദെൻ റൈറ്റിൽ സെന്റർ. അതർവൈസ് ലെഫ്റ്റിൽ ബോട്ടം ലെഫ്റ്റ്, ബോട്ടം സെന്റർ, ദെൻ ബോട്ടം റൈറ്റ്. അങ്ങനെ 9 രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് അലൈൻ ചെയ്യാൻ പറ്റും. എന്നെ മിസ് വിളിച്ചിട്ടുണ്ട്, ജസ്റ്റ് എ സെക്കൻഡ്.
മിസ്സേ മൈക്ക് മ്യൂട്ടാ. ഞാൻ മ്യൂട്ട് ചെയ്തതാ. ഓക്കെ, ഇതൊരു വൃത്തിയില്ലാത്ത ടേബിൾ അല്ലേ നീ പറഞ്ഞ പോലെ? വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ചതാ, വൃത്തികേടായി. ഇതുപോലെ ഒന്നും വൃത്തി ഉണ്ടാക്കണ്ട കേട്ടോ നിങ്ങള്. ഞാൻ ഇതെല്ലാം കൂടെ ഡിലീറ്റ് ചെയ്യാൻ പോണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ സെൽസും അങ്ങ് സെലക്ട് ചെയ്തു. കീബോർഡിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തപ്പോൾ ആ ഡാറ്റ എല്ലാം പോയി. വീണ്ടും ഞാൻ ഡിലീറ്റ് ചെയ്യാൻ കൊടുത്തു. ലേഔട്ടിൽ ഡിലീറ്റ് കൊടുത്തു, ഡിലീറ്റ് റോസ് കൊടുത്തു, പോയി. ഓക്കെ, സെൽ അലൈൻമെന്റ്. നമുക്ക് ചെറിയ ടേബിൾ മതി, അതിലാണ് ഇത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവാം. ഇതെടുത്ത് വരുമ്പോഴത്തേനും ക്ലാസ് തീരുമെന്തോ. ഓക്കെ, ഓക്കെ, കണ്ടോ? നമ്മളിപ്പോ എൻ്റർ ചെയ്തപ്പോൾ എല്ലാ ടെക്സ്റ്റും അലൈൻ ചെയ്തത് എങ്ങനെ അറിയോ? ടോപ്പിലാണ്, മേലെയാണ്, ഒരു ലെഫ്റ്റ് സൈഡായിട്ടല്ലേ? ആ സെല്ലിനെ വെച്ച് നോക്കുമ്പോൾ സെല്ലിന്റെ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ടേബിളിൽ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ അത് ബൈ ഡിഫോൾട്ട് എവിടെയാ അത് അലൈൻ ആവുക? അപ്പർ ലെഫ്റ്റ്, സെല്ലിന്റെ അപ്പർ ലെഫ്റ്റിലായിരിക്കും അത് അലൈൻഡ് ആവുക ബൈ ഡിഫോൾട്ട്. നമുക്ക് പക്ഷേ ഇഷ്ടമുള്ള രീതിയിൽ അത് മാറ്റാം. ഓക്കെ, ഇത് അപ്പർ ലെഫ്റ്റ് അവിടെ കിടക്കട്ടെ. ഇതിനെ നമ്മൾ അപ്പർ സെന്റർ, ടോപ്പ് സെന്ററിലേക്ക് അലൈൻ ചെയ്യാൻ പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലേ ഔട്ട് തന്നെ എടുക്കാം. ഇവിടെ അലൈൻമെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കണ്ടോ? അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ അലൈൻമെന്റ്സും അവിടെ വന്നിട്ടുണ്ട്, കണ്ടോ? ഇത് അപ്പർ ലെഫ്റ്റ് അലൈൻമെന്റ് ആണ്. അലൈൻ ടോപ്പ് ലെഫ്റ്റ്, അലൈൻ ടെക്സ്റ്റ് ടു ദ ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദ സെൽ. മേലെ ലെഫ്റ്റ് കോർണറിലായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് ഡിസ്പ്ലേ ആവുക. സെക്കൻഡ് വൺ, ടോപ്പ് സെന്റർ, മേലെ എക്സാക്ട് സെന്ററിൽ, സെല്ലിന്റെ മേലെയുള്ള സെന്ററിലായിരിക്കും അത് ആ ടെക്സ്റ്റ് അലൈൻഡ് ആവുക. ഇവിടെയാണെങ്കിലോ അലൈൻ ടോപ്പ് റൈറ്റ്, മേലെ റൈറ്റ് സൈഡിൽ. തൊട്ട് താഴേക്ക് വരുമ്പോൾ അത് സെന്ററിലേക്ക് താഴും. ഏറ്റവും മേലെ ഏറ്റവും ടോപ്പിലെ കാര്യം പറയുന്നത്. നടുക്കുള്ള ഓപ്ഷൻസ് എല്ലാം പറയുന്നത് സെന്ററിലെ കാര്യങ്ങൾ. നടുക്കിലേക്ക് എത്തി, നടുക്കുമ്പോൾ ഇതെന്താ? സെന്റർ ലെഫ്റ്റ്, സെന്ററിലാണ് പക്ഷെ ലെഫ്റ്റ് സൈഡിലാണ്. ഇത് സെന്റർ. സെന്റർ എന്ന് പറയുന്നത് എക്സാക്ട് സെന്റർ, ആ സെല്ലിന്റെ എക്സാക്ട് സെന്റർ പോർഷനിൽ അത് അലൈൻ ചെയ്യും. ഇത് തേർഡ് ഓപ്ഷൻ, അലൈൻ സെന്റർ റൈറ്റ്, സെന്ററിലാണ് പക്ഷെ റൈറ്റ് സൈഡിലേക്കാണ്. ദിസ് വൺ കുറച്ചുകൂടെ താഴെ, ബോട്ടം എത്തി, ഏറ്റവും താഴെയല്ലേ ഇപ്പൊ ടെക്സ്റ്റ് ഉള്ളത്. തേർഡ് ലൈൻ എത്തിയപ്പോഴത്തേനും ബോട്ടം ആയി. ബോട്ടം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബോട്ടം ആയിരിക്കും, സെല്ലിന്റെ ബോട്ടത്തിലായിരിക്കും പക്ഷെ ലെഫ്റ്റ് സൈഡിലായിരിക്കും, ലെഫ്റ്റ് കോർണറിലായിരിക്കും. നെക്സ്റ്റ് ബോട്ടം സെന്റർ, ബോട്ടം ഏറ്റവും താഴെയായിട്ടായിരിക്കും അലൈൻ ചെയ്യുക പക്ഷെ സെന്ററിലാണ്. ബോട്ടം റൈറ്റ്, ബോട്ടം ആണ് ബട്ട് റൈറ്റ് കോർണറിലാണ്. നമുക്ക് ഇതെല്ലാം ഒന്ന് കൊടുത്തു നോക്കാം. അതിന് വേണ്ടിയിട്ട് സെല്ല് സെലക്ട് ചെയ്തു, അലൈൻമെന്റിൽ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്തു. ഈ സെല്ല്, ഇനി തേർഡ് ഓപ്ഷനിലെ സെല്ല് സെലക്ട് ചെയ്തു,
ടോപ്പ് റൈറ്റ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്തു. ടെക്സ്റ്റ് മാറി, ടോപ്പിൽ റൈറ്റിലേക്ക് മാറി. നെക്സ്റ്റ് നമ്മൾ സെൻറ്റർ അലൈൻമെന്റിലേക്ക്, സെൻറ്റർ ലെഫ്റ്റ് അലൈൻമെന്റ് ആണ്. അതിനുള്ള ഫസ്റ്റ് ഓപ്ഷൻ ആണ് സെൻറ്റർ ലെഫ്റ്റ് കൊടുത്തു. സെൻറ്ററിൽ ലെഫ്റ്റ് ആയിട്ട് അത് അലൈൻ വന്നു. അപ്പോൾ നമ്മൾ ഏത് സെല്ലിനാണോ അലൈൻമെന്റ് കൊടുക്കുന്നത് ആ സെല്ല് ക്ലിക്ക് ചെയ്യുക. ലേ ഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ